ദേ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്നൊരു വിലപ്പെട്ട വാക്ക് കേൾക്കുവാൻ കാതോർക്കുന്ന, കൊതിക്കുന്ന എത്രയോ പേരുണ്ട്. സാരമില്ല, ആ സമയത്ത് അപ്രകാരം പറഞ്ഞെന്ന് വിചാരിച്ച് ഇപ്പോൾ വിഷമിക്കേണ്ട. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വാക്കുകൾ മറ്റുള്ള വ്യക്തികൾക്ക്, നമ്മോട് പ്രയാസമായി ഇരിക്കുന്ന വ്യക്തികൾക്ക് വലിയൊരു ആശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. സ്വർഗത്തിൻ്റെ സമ്മാനം അവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കുന്ന വാക്കുകളാണ് നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു, പൊറുക്കുന്നു എന്ന വാക്കുകൾ. പല കുടുംബത്തിലെയും പ്രയാസം ഇപ്രകാരം പരസ്പരം ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, അനുരഞ്ജനത്തിൻ്റെ ആ രൂപി കുടുംബത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നതാണ്. ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, പൊന്നെ, നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നമുക്കിനി ഈ പരിഭവവും വിഷമവും ഒന്നും വേണ്ട, നമുക്ക് സ്നേഹത്തോടുകൂടെ കഴിയാം എന്ന് പറയുമ്പോൾ ഭാര്യ തീർച്ചയായും പറയും, എൻ്റെ മുത്തേ, സാരമില്ല, നമുക്ക് പരസ്പരം ക്ഷമിക്കാം എന്നുള്ള മറുപടിയും തീർച്ചയായും ലഭിക്കും. അങ്ങനെ പരസ്പരം സ്നേഹിച്ചും ക്ഷമിച്ചും ആദരിച്ചും പ്രോത്സാഹിച്ചും ജീവിക്കുമ്പോൾ കുടുംബജീവിതം സ്വർഗതുല്യമായി മാറും. അപ്പനോട് ചെന്ന്, അപ്പ ക്ഷമിക്കണം, ഞാനന്ന് പെട്ടെന്ന് ആ ദേഷ്യത്തിൽ പറഞ്ഞു പോയ കാര്യങ്ങളും ചെയ്തു പോയ പ്രവൃത്തികളും എന്നോട് ക്ഷമിക്കണം എന്ന് സ്വന്തം അഭിമാനത്തിൻ്റെ പേരിൽ പറയാത്തവർക്ക് ജീവിതമെന്നും എരിയുന്ന നെരിപ്പോട് പോലെയാകും. എന്നും ഒരു നൊമ്പരത്തീ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അപ്പച്ചൻ്റെ അടുത്ത് ചെന്ന്, അപ്പച്ച ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ ഏതൊരു പിതൃഹൃദയമാണ് ക്ഷമിക്കാത്തത്? അപ്രകാരം തൻ്റെ അടുത്ത് വരുന്ന ആ മകനോട് അല്ലെങ്കിൽ മകളോട് ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്നും സ്നേഹത്താൽ നിറയുക, നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ സമാധാനത്തിലും ശാന്തതയിലും നിലനിൽക്കുക. അപ്പോസ്തലൻ എഴുതുന്നു, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്നും ഈ ക്ഷമയും സൗമ്യതയും ആത്മസംയമനവും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ പ്രിയപ്പെട്ട വ്യക്തിയായി പരിണമിക്കുക. ഈ പരസ്പരം സ്നേഹിക്കുവാൻ, പൊറുക്കുവാൻ, അനുരഞ്ജനപ്പെടുവാനുള്ള ആ അരൂപി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ജീവിതമെന്നും സന്തോഷപ്രദമായി സമാധാനമായി മാറുക. ദൈവം തന്നെയാണ് നമുക്ക് ഈ മാതൃക പകർന്നു തരുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മനുഷ്യനെ എത്രയോ ശ്രദ്ധയോടുകൂടിയാണ് ദൈവം സൃഷ്ടിച്ചത്. ആദിമ മനുഷ്യർക്ക് സൗകര്യപ്രദമായി ജീവിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഏദൻ തോട്ടത്തിൽ കർത്താവ് യഹോവയായ ദൈവം ഒരുക്കി കൊടുത്തു. പക്ഷേ മനുഷ്യൻ്റെ ആ സൗഭാഗ്യത്തിൻ്റെ താമസം അധികം നാൾ തുടർന്നില്ല. അങ്ങനെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം മനുഷ്യൻ്റെ പതനത്തിൻ്റെ ഭാഗം നാം കേൾക്കുന്നു. പക്ഷെ പിന്നീട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ ദൈവം വ്യക്തമാക്കുന്നുണ്ട്,
ജലപ്രളയത്തിൻ്റെ അന്ത്യത്തിൽ നോഹ ദൈവത്തിന് ബലിയർപ്പിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ വായിച്ചു കേൾക്കുക. മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല. എന്തെന്നാൽ തുടക്കം മുതലേ അവൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല. അങ്ങനെ ദൈവം തനിക്കെതിരായി നിലകൊണ്ട മനുഷ്യരോട് ക്ഷമിക്കുകയും പൊറുക്കുകയും കാരുണ്യം കാണിക്കുകയും ചെയ്യുന്ന അതിസുന്ദരമായ വിവരണമാണ് ഉൽപ്പത്തി മുതൽ നാം വായിക്കുക. നമ്മോടുള്ള അനന്തമായ സ്നേഹത്താലാണ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അവിടെ നയിച്ചത്. യേശുവും കാൽവരി മലയിലെ ആ കുരിശിൽ പിടഞ്ഞു മരിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുക, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. അങ്ങനെ 70 പ്രാവശ്യം ക്ഷമിക്കുവാൻ, എപ്പോഴും ക്ഷമയോടുകൂടി വ്യാപരിക്കുവാനാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ നിന്നും തന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്നും എന്നും ആഗ്രഹിക്കുക. എന്നും ക്ഷമയുടെ ജീവിതമാണ് ഏറ്റവും ഉദാത്തമായ സന്തോഷപ്രദമായ ജീവിതം. ഞാൻ ക്ഷമിക്കുന്നു, പൊറുക്കുന്നു, എനിക്ക് നിന്നോടൊരു പകയും വെറുപ്പുമില്ല എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹൃദയം സന്തോഷത്താലും സമാധാനത്തിലും നിറയുക. ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെയും ഉദാത്തമായ ഒരു മാതൃക വിശുദ്ധ മരിയ ഗൊരേറ്റി നമ്മുടെ ജീവിതത്തിൽ നൽകുന്നു. ജൂലൈ മാസം 6-ാം തീയതിയാണ് നാം വിശുദ്ധ മരിയ ഗൊരേറ്റിയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. 1902 ജൂലൈ മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അലസാൻദ്രോ സെറിനെല്ലി എന്ന ആ യുവാവ് ബാലികയായ മരിയ ഗൊരേറ്റിയെ സമീപിക്കുന്നു. അയാളുടെ ഇംഗിതം അനുവദിക്കാതിരുന്ന അവസരത്തിൽ 14 പ്രാവശ്യം കഠാര കൊണ്ട് മരിയ ഗൊരേറ്റിയുടെ ആ പിഞ്ചു ശരീരത്തിലേക്ക് കുത്തിയിറക്കി അവളെ വധിക്കുവാൻ ശ്രമിക്കുന്നു. മരിയ ഗൊരേറ്റി അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. അവിടെ മരിയ ഗൊരേറ്റിയെ സമീപിച്ച് തനിക്ക് ആദ്യ കുർബാനയ്ക്കുള്ള പാടിനെ ഒരുക്കിയ, ആദ്യമായി യേശുവിൻ്റെ തിരുശരീരവും രക്തവും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ അവൾക്ക് എഴുന്നള്ളിച്ചു കൊടുത്ത ഫാദർ സിഞ്ഞോറി അവളെ സമീപിച്ചു. മരിയ ഗൊരേറ്റിയുടെ കിടക്കക്കരികിൽ ആ വൈദികൻ വന്ന് സമീപത്തിരുന്ന് പറഞ്ഞു, മരിയ, ദൈവം ക്ഷമയുടെ സ്നേഹത്തിൻ്റെ ദൈവമാണ്. കാൽവരി മലയിൽ യേശു പിടഞ്ഞു മരിക്കുന്നതിന് മുൻപ് തൻ്റെ ഘാതകർക്ക് ക്ഷമ കൊടുത്ത കാര്യം നീ ഓർക്കുന്നില്ലേ? നല്ല കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്ത കാര്യവും നീ ഓർക്കുന്നില്ലേ? നിനക്കും നിൻ്റെ ഘാതകനോട്, അലസാന്ദ്രയോട് ക്ഷമിക്കുവാനാകുമോ? മരിയ ഗൊരേറ്റി സാവധാനം തൻ്റെ വേദന കടിച്ചിറക്കിക്കൊണ്ട് കണ്ണുകൾ തുറന്ന് അച്ഛനെ നോക്കി പറഞ്ഞു, അച്ഛാ, ഞാൻ അലസാന്ദ്രയോട് ക്ഷമിച്ചിരിക്കുന്നു. ദൈവവും അവനോട് ക്ഷമിക്കും. അലസാന്ദ്രോ എന്നോടൊപ്പം പറുദീസയിലാകണം എന്നതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തൻ്റെ ഘാതകനെ അവൾ ഹൃദയം തുറന്ന് ക്ഷമിച്ചു. മരിയ ഗൊരേറ്റിയുടെ ജീവിതം അനുസ്മരിക്കുമ്പോൾ ജീവിത വിശുദ്ധിയുടെ ഒരു മാതൃകയോടൊപ്പം തന്നെ ക്ഷമയുടെ, അനുരഞ്ജനത്തിൻ്റെ മഹത്തായ ഒരു മാതൃക കൂടി നമുക്ക് ലഭ്യമാകുന്നു. 1902 ഒക്ടോബർ മാസം 12-ാം തീയതി റോമിലെ കോടതിയിൽ ഒരു വലിയ കൊലപാതക കേസിൻ്റെ വിചാരണ നടക്കുകയായിരുന്നു. ഈ വിചാരണയ്ക്ക് ഏറ്റവും അവസാനം വിചാരണ നടത്തിയത് അസുന്ത എന്ന ഒരമ്മയാണ്, മരിയ ഗൊരേറ്റിയുടെ അമ്മ.
അലസാന്ദ്രോ വധിച്ച ആ ബാലികയുടെ അമ്മ. അന്ന് ജഡ്ജിനോട് ഈ അമ്മ പറഞ്ഞു, അലസാന്ദ്രയോട് മരിയ ക്ഷമിച്ചു, ദൈവവും ക്ഷമിക്കുന്നു, ഞാനും അവനോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അലക്സാന്ദ്രോയെ ജയിലിൽ നിന്ന് വിമോചിക്കുവാൻ അവൾ പരിശ്രമിച്ചെങ്കിലും ഇറ്റാലിയൻ നിയമം അവനെ ശിക്ഷിച്ചു. 30 വർഷത്തെ നീണ്ട വർഷങ്ങൾ തടവറയിൽ കഴിയേണ്ടി വന്നു. പക്ഷേ മരിയ ഗൊരേറ്റി അവനോട് ക്ഷമിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം, അവളുടെ അമ്മ അസുന്ദ അവനോട് ക്ഷമിച്ചു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കി. അതോടെ ദൈവവും തന്നോട് ക്ഷമിക്കുമെന്നുള്ള ഉറച്ച ബോധ്യവും അവനുണ്ടായി. 30 വർഷങ്ങൾക്ക് ശേഷം ജയിൽ വിമോചിതനായി അലസാന്ദ്രോ തിരികെ വരുമ്പോൾ പരിവർത്തനമായ ഒരു ജീവിതം, തീർത്തും ദൈവസന്നിധിയിൽ മാപ്പിരുന്നുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ജീവിതമായി മാറി. ക്ഷമിക്കുവാനും പൊറുക്കുവാനും നമുക്ക് സാധ്യതമാകുമ്പോൾ ജീവിതം തീർച്ചയായും നമുക്ക് നേടിയെടുക്കാനാകും. പരിശുദ്ധിയുടെയും പരിപാവനതയുടെയും ഒരു പാതയിലൂടെ ആ വ്യക്തികളെ നയിക്കാനാകും. വിശുദ്ധ പദവിയിലേക്ക് ഈയിടെ ഉയർത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ നിന്ന് റോമിലെ റെജിന ചേലി ജയിലിൽ ചെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ജീവിതം അപഹരിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന അക്ബർ അലി അഖയെ പോയി കണ്ടു. ആ മനുഷ്യന് മാപ്പ് കൊടുത്തു. അപ്രകാരം മാപ്പ് പറയുന്നതോടുകൂടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ലോകത്തിന് മുഴുവൻ വലിയൊരു മാതൃക നൽകുകയാണ്. ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, അനുരഞ്ജനപ്പെടുവാനുള്ള വലിയ മാതൃക. ഈ ഒരു മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ ഒരു സന്ദേശമായി ലോകം ഓർത്തിരിക്കേണ്ടത്. 1995 ഫെബ്രുവരി മാസം 25-ാം തീയതിയാണ് വടക്കേ ഇന്ത്യയിൽ വച്ച് റാണി മരിയെ എന്ന ഒരു ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനിയെ സമാന്തർ സിംഗ് ദാരുണമായി കൊലപ്പെടുത്തിയത്. പക്ഷേ ആ കൊലപാതകത്തിൻ്റെ പരിഭവവും പകയുമൊന്നുമില്ലാതെ റാണി മരിയയുടെ സഹോദരിയും അമ്മയുമൊക്കെ ആ മനുഷ്യനോട് ക്ഷമിച്ചപ്പോൾ അവിടെ ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവം ആരംഭിക്കുകയാണ്. ആ മനുഷ്യൻ സാവധാനം തൻ്റെ കഴിഞ്ഞുപോയ കാലജീവിതത്തിൻ്റെ പോരായ്മകളുമൊക്കെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ ആ മനുഷ്യന് സഹായകമായി. അതേപോലെ തന്നെ ഇന്ത്യ എന്നും ഓർത്തിരിക്കുന്ന മറ്റൊരു സ്ത്രീയുണ്ട്, ഗ്ലാഡിസ് ഗ്രഹാം സ്റ്റെയിൻസ്. ഗ്രഹാം സ്റ്റെയിൻസും മക്കൾ തിമോത്തിയും ഫിലിപ്പും ജീവിച്ചിരുന്ന ആ ഗ്രാമം, ഒറീസയിലെ ആ ഗ്രാമം ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. ഒരുവിധത്തിലും വികസനം കടന്നു ചെല്ലാതിരുന്ന ആ ഗ്രാമത്തിൽ അവിടെയുള്ള പാവപ്പെട്ട കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിച്ച ഈ കുടുംബത്തിലെ ഈ 3 വ്യക്തികളെ, ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 അരുമ മക്കൾ ഫിലിപ്പിനെയും തിമോത്തിയെയും ദാരുണമായി മർദ്ദിച്ചു. എന്നാൽ ആ ഘാതകനോട് ഗ്ലാഡിസ് ഗ്രഹാം സ്റ്റെയിൻസ് മാപ്പ് കൊടുത്തു. അതിലൂടെ ആ സ്ത്രീ യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ പ്രതിഫലനം അറിയിക്കുകയായിരുന്നു. 2004 ക്രിസ്ത്യാനിറ്റി ടുഡേ എന്ന മാസിക പ്രസിദ്ധീകരിച്ച ഒരു വാക്യം എപ്പോഴും ഓർമ്മയിൽ വരുന്നു. മദർ തെരേസ കഴിഞ്ഞാൽ വിശ്വാസം ജീവിച്ച ഏറ്റവും വലിയ വനിതയാണ് ഗ്ലാഡിസ് ഗ്രഹാം സ്റ്റെയിൻസ് എന്നാണ്. ഘാതകനോട്, തൻ്റെ ഭർത്താവിനോടിനെയും മക്കളെയും വധിച്ച ആ ഘാതകനോട്
മാപ്പ് കൊടുക്കുക വഴി, അതേ ആൾക്ക് ക്ഷമ കൊടുക്കുക വഴി യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പൂർണ്ണ രൂപം ഗ്ലാഡിസ് ഗ്രഹാം സ്റ്റെയിൻസ് കാണിക്കുകയായിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. പലപ്പോഴും ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ നമുക്ക് മടിയാണ്. പക്ഷേ യേശുവിൻ്റെ കാൽവരിയിലെ കുരിശും ആ കുരിശിൻ്റെ മഹത്വം ചരിത്രത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളും നമ്മോട് പറയുക, ഇപ്രകാരം ക്ഷമിക്കുവാൻ, ഇപ്രകാരം പൊറുക്കുവാൻ, മറ്റുള്ളവരുടെ അനുരഞ്ജനത്തിൻ്റെ അരൂപയിൽ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസം പൂർണ്ണതയിലേക്ക് കടന്നു വരികയാണ്. വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് അത്. അതിലൂടെ നാം നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും സൗഭാഗ്യവും അനുഭവിക്കുന്നു. അതോടൊപ്പം തന്നെ നാം ക്ഷമ കൊടുക്കുന്ന ആ വ്യക്തികളെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നു. അതാണ് മരിയ ഗൊരെറ്റി ക്ഷമിച്ചപ്പോൾ, അവളുടെ മാതാവ് അസുന്ദ ക്ഷമിച്ചപ്പോൾ അലക്സാണ്ടറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഗ്ലാഡിസ് ഗ്രഹാം സ്റ്റെയിൻസ് ക്ഷമിച്ചപ്പോൾ ആ മനുഷ്യനെ ഒരു പുതിയ പരിവർത്തനത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ്. റാണി മരിയ ക്ഷമിച്ചപ്പോൾ റാണി മരിയയുടെ കുടുംബാംഗങ്ങൾ റാണി മരിയയുടെ ഘാതകനോട് ക്ഷമിച്ചപ്പോൾ ആ മനുഷ്യനെ പരിവർത്തനത്തിൻ്റെ പുതിയ പാതയിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ്. അക്ബർ അലി അഖയോട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ക്ഷമിച്ചപ്പോൾ അവിടെയും മാനസാന്തരത്തിൻ്റെ ഒരു പുതിയ സന്ദേശം ലോകത്തിനു തന്നെ നൽകുകയാണ്. ഫെയ്ത്ത് ക്യാൻ ഗീവ് അസ് വിങ്സ് എന്ന നോട്ട്കർ വോൾഫിൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ സെൻട്രൽ തീം ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ. നാം പല കാര്യങ്ങളും ഇങ്ങനെ വിട്ടുകൊടുക്കുന്നതിനുള്ള ആ ഒരു കലയെപ്പറ്റിയാണ് ഈ പുസ്തകത്തിൽ ഫെയ്ത്ത് ക്യാൻ ഗിവ് അസ് വിങ്സ്, വിശ്വാസം നമുക്ക് ചിറകുകൾ സമ്മാനിക്കുന്നു എന്ന പുസ്തകം വ്യക്തമാക്കുക. അതിൽ ഇപ്രകാരം ബെനഡിക്റ്റൻ സഭയുടെ സുപ്പീരിയർ ജനറലായിരുന്ന നോട്ട്കർ വുൾഫ് പറയുന്നുണ്ട്, ആൻ ഓപ്പൺ വൂണ്ട് മേക്സ് ഇറ്റ് ഇമ്പോസിബിൾ ടു മൂവ് ഫോർവേഡ്. നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ നിലനിൽക്കുന്ന ഒരു മുറിവ് പലപ്പോഴും നമ്മെ മുന്നോട്ട് നയിക്കുവാൻ പ്രയാസമുള്ളതാക്കി മാറ്റുന്നു. ഈച്ച് ഓഫ് us ക്യാൻ ഇൻഫ്ലുവൻസ് അവർ ഓൺ സൈക്കോളജിക്കൽ വെൽബീയിങ്. നാമാണ് എടുക്കുക നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം, ജീവിതയാത്രയിൽ എപ്രകാരമായിരിക്കേണ്ടത് എന്ന്. അതുകൊണ്ട് അദ്ദേഹം പറയുക, ഹൗ ഡസ് ഫെയ്ത്ത് കോൺട്രിബ്യൂട്ട് ടു ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ. ഇപ്രകാരം വിട്ടുകൊടുക്കുവാൻ, ഇപ്രകാരം പൊറുക്കുവാൻ, ക്ഷമിക്കുവാൻ നമ്മുടെ വിശ്വാസം നമ്മെ എങ്ങനെ സഹായിക്കും എന്ന് അദ്ദേഹം ചോദിക്കുന്നു. വി ക്യാൻ ആൻഡ് ഷുഡ് ലേൺ ടു ഗിവ് ഓൾ അവർ പെയിൻ ആൻഡ് വറി ടു ഗോഡ്. ദൈവത്തിലേക്ക് നമ്മുടെ ഈ മുറിവുകൾ, ഈ നൊമ്പരങ്ങൾ സമർപ്പിക്കുക. ഓൺലി ഹീ ക്യാൻ എൻഷുവർ വി ആർ ട്രീറ്റഡ് ജസ്റ്റ്ലി. ദൈവത്തിനാണ് അപ്രകാരം നമുക്ക് നീതി നടത്തി തരുന്നു എന്ന് ഉറപ്പുവരുത്താനാകുക. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനാകുമ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ ആശ്വാസത്തിൻ്റെ ചിറകുകൾ വച്ചുകൊണ്ട് നമുക്ക് പറന്നുയരാനാകും. അതാണ് ഫെയ്ത്ത് ക്യാൻ ഗിവ് അസ് വിങ്സ് എന്ന ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം. നമ്മുടെ വിശ്വാസം നമുക്ക് ക്ഷമിക്കുവാനും പൊറുക്കുവാനും അങ്ങനെ ആശ്വാസത്തിൻ്റെ ചിറകുകളിൽ പറക്കുവാനും ആകണം. ഒരു കഥ ഓർത്തുപോവുകയാണ്. ഒരു അമ്മയെ ആശ്വസിപ്പിക്കുവാൻ ആ അമ്മയുടെ മകൻ മരണമടഞ്ഞപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ വന്നു നിന്നിരുന്നു. അമ്മയോട് ചോദിച്ചു, മകനെപ്പറ്റി ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർക്കുന്ന ഏറ്റവും നല്ല ഒരു ചിത്രം എന്താണ്? ആ അമ്മ ഒന്നും മറുപടി പറയാതെ കണ്ണുകളടച്ച് ഇങ്ങനെ കുനിഞ്ഞിരുന്നു, ദുഃഖാർത്തിയായി. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അവർ കണ്ണുകൾ തുറന്നുകൊണ്ട് തലയുയർത്തി അവരോട് പറഞ്ഞു, ഒരിക്കൽ ചെയ്ത എന്തോ ഒരു തെറ്റിന് എൻ്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അവൻ്റെ കണ്ണുകളിൽ അനുതാപത്തിൻ്റെ കണ്ണുനീർ നിറഞ്ഞു നിന്നിരുന്നു. അവ കവിളിണയിലൂടെ ഒഴുകിയിരുന്നു. ആ മുഖം, അതാണ് ഞാൻ എന്നും ഓർത്തിരിക്കുക. അവൻ്റെ ആ നീർ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ, ദുഃഖം നിറഞ്ഞ ഭാവം കണ്ടപ്പോൾ
ഞാൻ അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, അവനോട് ക്ഷമിച്ചു. അപ്പോൾ അവനുണ്ടായിരുന്ന സന്തോഷം ആ മുഖത്ത് പ്രതിഫലിച്ചു. ഒരമ്മ എന്നും ഓർത്തിരിക്കുന്നത് മകനോട് ക്ഷമിക്കുകയും മകൻ്റെ ദുഃഖഭാവം ക്ഷമയോടുകൂടെ നമ്മെ സമീപിക്കുന്ന ആ ഭാവമുള്ള മുഖമാണ്. ജീവിതത്തിൻ്റെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും സ്വർഗത്തിൻ്റെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന മുഹൂർത്തമാണ് ക്ഷമിക്കുന്ന മുഹൂർത്തം. പ്രിയമുള്ളവരെ, കാൽവരിയിൽ കുരിശിൽ കിടന്ന് യാതന അനുഭവിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാവരോടും ക്ഷമിക്കുകയും ചെയ്യുന്ന ആ യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമാശീലനായ യേശുവെ, ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ക്ഷമിക്കുന്ന നാഥ, ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്ഷമാശീലനായ ഈശോയെ, എന്നും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലിയായി ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, അനുരഞ്ജനത്വത്തോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ശാന്തിയും സമാധാനവും സമ്മാനിക്കണമേ. ഞങ്ങളോട് എതിർക്കുകയും ഞങ്ങളെ വെറുക്കുകയും ചെയ്യുന്നവരോട് ക്ഷമിക്കുക വഴി അവർക്കെയും സ്നേഹത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ പാതയിലൂടെ കൈപിടിച്ച് നടത്തുവാൻ ഞങ്ങൾക്ക് കരുത്തും കൃപയും നൽകണമേ. പ്രിയമുള്ളവരെ, ക്ഷമയുടെ ഒരു നല്ല ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.